സാധനങ്ങളാക്കി, അങ്ങനെ 2 വർക്കിനുള്ളതാക്കി, 3 വർക്കിനുള്ളതാക്കി, അങ്ങനെ ഏകദേശം ഒരു 20ഓളം വർക്കിനുള്ള സാധനങ്ങൾ എന്ത് ചെയ്ത് നമ്മ ഇതിൽ നിന്ന് കിട്ടുന്ന പണത്തിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അങ്ങനെ 2011 കടന്ന് നല്ലൊരു ഗ്രോത്ത് ആയി. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിന് പേരും സെറ്റ് ചെയ്ത് ഇവൻറ്റോൺ. അങ്ങനെ ഇവൻറ്റോൺ നല്ല ഹൈ റിച്ച്, ഇന്നും ഏകദേശം 36ഓളം ടീമിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻറ്റോൺ സർവീസ് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ വാടക കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഡയറക്റ്റ്ലി കൺഫേം ആയ അവർക്ക് കസ്റ്റമേഴ്സ്, ഇതല്ലാത്തൊരു സീസൺ ഔട്ടായിട്ട് സീസൺ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു പലരും കയറി വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്താലും അതിൻ്റെ നല്ല സക്സസ് ആയിട്ട് വിജയത്തോടെ എന്തായാലും ഇവൻറ്റോൺ ഇന്നും മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രണ്ടാമത്, അപ്പോൾ ഈ കാറ്ററിംഗുകാർക്കിടയിലൊക്കെ നമുക്ക് എന്തുണ്ട്, ഒരു പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് നമുക്കൊരു അംഗീകാരം വേണം. അതുപോലെ നമ്മ ഉദ്ദേശിച്ച ലെവലിൽ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈയോടെ ചെയ്യാൻ സാധിക്കണം. നമ്മൾ പല കാറ്ററിംഗുകാരുടെ അടുത്ത് പോകുമ്പോഴും വ്യത്യസ്ത രുചികളാണല്ലോ, ഒരു പാചകക്കാരൻ്റെ ഒരു ടേസ്റ്റ്, മറ്റാൾക്കൊരു ടേസ്റ്റ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു വരുന്നൊരു കുറേ രുചിക്കൂട്ടുകൾ, അത് നമുക്കൊരു കുറേ കഴിയുമ്പോൾ ഭക്ഷണങ്ങളല്ലോ, കുറേ കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും. നമ്മൾ ഏറ്റവും നല്ല ഫുഡിൻ്റെ അവിടെ പോയിട്ടും സ്ഥിരമായിട്ടൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് വരും, അതിന് ടേസ്റ്റ് കുറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ എനിക്കും ഓട്ടോമാറ്റിക്കലി ഇത് എൻ്റെ കൂടെ ഉള്ളവർക്കും ഈ രുചികൾ അങ്ങനെ പോരാ, കുറച്ചുകൂടി ബെറ്റർ ആയത് അത് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള മൈൻഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പുറം സ്ഥലങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്ത് ഓരോ ഭക്ഷണങ്ങൾ രുചിച്ച് നോക്കും, ഓക്കെ അത് കൊള്ളാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്വന്തമായിട്ടൊരു കാറ്ററിംഗ് ആരംഭിക്കണം. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് സദ്യക്ക് വേണ്ടി എന്ത് ചെയ്ത് പാലക്കാട് കണ്ണമ്പ്ര പുതുക്കോട് അഗ്രഹാരം എന്ന് പറയും, അവിടെ അഗ്രഹാരത്തിലുള്ള ഷെഫുകൾ അവരെ സെറ്റ് ചെയ്തിട്ട് അവരെ സദ്യ ഒരു പ്രത്യേക പോവാണ്. നമ്മളിവിടെയുള്ള ഇൻഗ്രീഡിയൻസ് അല്ല, അവരെ മൊത്തത്തിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവർ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അവരെ വെച്ചുകൊണ്ട് എന്ത് ചെയ്ത് സദ്യ സെറ്റ് ചെയ്തു. പിന്നെ ബിരിയാണി നമ്മളിവിടെ തൃശ്ശൂർ ജില്ല ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, കൂടുതലും ബസുമതി റൈസിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി ചെയ്യുന്നത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഈ ടേസ്റ്റ് ആളുകൾക്ക് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നോർമലി ബർക്കത്തിലും ഈ ഇന്ത്യ ഗേറ്റ് അങ്ങനെ ബസുമതിയിൽ അല്ലെങ്കിൽ സാധാ റൈസിൽ ഇതിലാണ് നോർമലി എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ മാർക്കറ്റിൽ തന്നെ ബിരിയാണികൾ ഇങ്ങനെ സെറ്റ് ആവുന്നത്. കല്യാണങ്ങൾക്ക് നിങ്ങൾ പോയിട്ടുള്ള അറിയാമായിരിക്കും. അതായത് 2010, 2015 ഓൾമോസ്റ്റ് എല്ലാ കല്യാണങ്ങൾക്കും ഇതന്നെ ആയിരുന്നു. 2015 ശേഷമാണ് എന്ത് ചെയ്ത് കൈമയിലേക്ക് ആളുകൾ വല്ലാതെ ഫോക്കസ്ഡ് ആയത്. അതായത് അന്ന് ഈവൻറ്റ്